ഏപ്രിൽ 4-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള താരിഫുകൾ നിലവിൽ വരുന്നു, അതിന്റെ പ്രഖ്യാപനം നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഈ ഒരു താരിഫിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് US പ്രസിഡന്റ് പ്രഖ്യാപിച്ച താരിഫുകൾ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് 10% ബേസ് താരിഫ് ആക്കിക്കൊണ്ട്, ഏറ്റവും കുറഞ്ഞത് 10%, അതിന് കൂടുതലായിരിക്കും പല രാജ്യങ്ങൾക്കും 49% വരെ താരിഫുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഈ ഒരു താരിഫ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഓൺ ആൻ ആവറേജ് 27% താരിഫാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ താരിഫുകളെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട് പറഞ്ഞാൽ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് പ്രകാരം ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ട്രേഡ് എക്സ്പോർട്ട് കുറവാണ് എന്നുള്ളത് ഒരു നാഷണൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ 5 മുതൽ ഇത് നിലവിൽ വരും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും മെല്ലെ പിന്നീട് ഡൊണാൾഡ് ട്രംപ് പിറകോട്ട് പോയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കണം. തന്നെ പ്രത്യേകിച്ചും ലാർജ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങളുടെ മേലെ ഉയർന്ന ഇറക്കുമതി തീരുവയാണ് ചുമത്തിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കാം. ഇതിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ്, ഈ ഒരു തീരുമാനത്തിന് മേലെ ഇന്ത്യയുടെ റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുകയാണ്. അതുപോലെ US-ഉമായിട്ടുള്ള ബയലാറ്ററൽ ട്രേഡ് ടോക്കുകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് രാജ്യം താല്പര്യം കാണിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഡയമണ്ട്, ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് ഏറ്റവും കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്യപ്പെടുക. കാരണം ഈ ഒരു മേഖലകൾ പല പ്രൊഡക്റ്റുകളും അമേരിക്കയിലൊക്കെയാണ് വിറ്റു പോകുന്നതായിട്ടുള്ളത്. അതേസമയത്ത് ഓട്ടോ അതുപോലെ തന്നെ എയ്റോസ്പേസ് സെക്ടേഴ്സിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇപ്പൊ US ഇന്ത്യയുടെ താരിഫ് സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് മോട്ടോർ സൈക്കിളിന് മേലെയൊക്കെ ഇന്ത്യ ചുമത്തുന്ന താരിഫുകൾ വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈവൻ ചൈനയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെയോ ഒക്കെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താരിഫുകൾ ഇന്ത്യ ചുമത്തുന്നുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ട് നിർത്തുക. അപ്പൊ ഏകദേശം അപ്രോക്സിമേറ്റ് താരിഫ് ഡാറ്റാസ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിയറ്റ്നാമിന്റെ മേലെ 46%, തായ്ലൻഡ് 37%, ബംഗ്ലാദേശ് 37%, ശ്രീലങ്ക 44%, പാകിസ്ഥാൻ 30%, ചൈന 34% എന്നിങ്ങനെയൊക്കെയാണ് ഈ താരിഫുകൾ വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് ഡൽഹിയിൽ ഫയർ ക്രാക്കേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബാൻ അബ്സല്യൂട്ട്ലി നെസസറി ആണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൽഹിയിൽ ഫയർ ക്രാക്കേഴ്സ് സെയിൽ ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ മാനുഫാക്ചർ ചെയ്യുന്നതോ നിരോധിച്ചിട്ടുണ്ട്. ഇത് അബ്സല്യൂട്ട്ലി നെസസറി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3-4 മാസം, ഒരു വർഷം ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും പാർഷ്യൽ ബാൻ എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് അല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇൻഎഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു 3-4 മാസത്തെ ബാൻ കഴിഞ്ഞാൽ വീണ്ടും ഇവ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിന് മുന്നേ തന്നെ ആൾക്കാർ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ മാനുഫാക്ചറേഴ്സിനോട് ഗ്രീൻ ക്രാക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതിന്റെ പൊല്യൂഷൻ കുറഞ്ഞ രീതിയിലുള്ള ഗ്രീൻ ക്രാക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ക്രാക്കേഴ്സ് മിനിമൽ ആയിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രീൻ ക്രാക്കേഴ്സിന് അനുമതി നൽകാൻ പറ്റുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ 30% വരെ കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷെ കോടതി ഹൈലൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സിവിയർ ആയിട്ടുള്ള എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സ്ട്രീറ്റ് വെൻഡേഴ്സിനെയൊക്കെ. അതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കാൻ അനുമതി നൽകാൻ പറ്റില്ല എന്നുള്ളതാണ്. റൈറ്റ് ടു ക്ലീൻ ഹെയർ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നതായിട്ടുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ പരിധിയിലുള്ളതായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഉത്തർപ്രദേശ് അതുപോലെ രാജസ്ഥാൻ ഗവൺമെന്റുകളോടും കോടതി ഫയർ ക്രാക്കേഴ്സ് സെയിൽസ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ്. അതുവഴി ഈ ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി റീജിയനിൽ ഈ ഒരു എൻഫോഴ്സ്മെന്റ്, ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് സുപ്രീം കോടതി കരുതുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അടുത്തൊരു വാർത്ത ഹരിയാനയിലും മറ്റുമൊക്കെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജും അതിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള വാർത്തകളാണ്. ഹരിയാനയിലെ പല വില്ലേജുകളിലും ആൾക്കാർ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. ബിക്കോസ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര സാൾട്ടിയാണ്, ഉപ്പ് കലർന്നതാണ്. അതുകൂടാതെ വളരെ സിവിയർ ആയിട്ടുള്ള വാട്ടർ ഷോർട്ടേജസും ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും ഗവൺമെന്റ്
സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു പ്രദേശത്ത് ടാങ്കുകളൊക്കെ ബിൽഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ക്രൈസിസ് എന്ന് പറയുന്നത് ഹരിയാനയിലെ 2 ജില്ലകളെയും ബാധിക്കുന്നുണ്ടെന്ന് ഓർത്തുവെക്കണം. ഈവൻ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ പലതരത്തിലുള്ള ഫ്ലൂറൈഡുകളും അഴ്സനിക്കും യുറേനിയം പോലുള്ള കെമിക്കൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടുത്തെ വാട്ടർ ക്വാളിറ്റി വളരെ പുവർ ആയതുകൊണ്ട് തന്നെ അത് ക്രോപ്പ് യീൽഡിങ്, കൃഷിയുടെ വിളവിനെയും ബാധിക്കുന്നുണ്ട്, ആൾക്കാരുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. ഫ്ലൂറോസിസ്, അതുപോലെ തന്നെ കിഡ്നി ഡാമേജ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഹരിയാനയിൽ പ്രത്യേകിച്ചും കർഷകർക്കിടയിലൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ ഫാമേഴ്സിന് വളരെ ലോ പ്രൊഡക്ടിവിറ്റി ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഇറിഗേഷൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കർഷകരെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഹരിയാന ഓൾറെഡി വാട്ടർ ടെസ്റ്റിംഗ് ലാബുകൾ മറ്റും ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മേവത് കനാൽ പോലുള്ള പ്രൊജക്ടുകൾ, വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ മേവത് കനാൽ പോലുള്ള പ്രൊജക്ടുകൾ സ്ലോ ആണ്. അതുപോലെ പൈപ്പ് വാട്ടർ സപ്ലൈ നൽകുന്നതിന് വേണ്ടിയുള്ള ജലജീവൻ മിഷന്റെ ഇംപ്ലിമെന്റേഷനും വളരെ സ്ലോ ആണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പ്രൈവറ്റ് വാട്ടർ ടാങ്കുകൾ, പ്രൈവറ്റ് വ്യക്തികൾ കൊണ്ടുവരുന്ന വാട്ടർ ടാങ്കുകളെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, പ്രത്യേകിച്ച് സമ്മർ സീസണിൽ അതിനനുസരിച്ച് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. അവിടുത്തെ വാട്ടർ സപ്ലൈ ആണെങ്കിൽ ഇറഗുലേറ്റഡ് ആണ് എന്നുള്ളതും ഇറഗുലർ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതും മറ്റൊരു കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ, അൺസേഫ് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്കാണ്. അപ്പോൾ എക്സ്പേർട്ടുകൾ സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ കൊണ്ടുവരണം. റെയിൻ ഹാർവെസ്റ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ക്രോപ്പുകളെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കർഷകരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോപ്പുകൾ, അതുപോലെ വാട്ടർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും മറ്റുമൊക്കെ ഈ ജലസംരക്ഷണത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള സജഷൻസ് മുന്നോട്ട് വയ്ക്കാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് നിതി ആയോഗ് ഒരു പോർട്ടൽ വഴി, അതായത് നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു പോർട്ടൽ വഴി പബ്ലിഷ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിതി NCAR സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞ പോർട്ടൽ വഴി. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. ഈ ഒരു ഡാറ്റ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിതി NCAR സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ സംബന്ധിച്ചുള്ള ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അവിടുത്തെ മാക്രോ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ച്, അവിടുത്തെ ടാക്സ് റവന്യൂ, അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ ഫണ്ടിന്റെ ഡെവല്യൂഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യത്യാസം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻസ് പലതരത്തിലും ക്രിട്ടിസൈസത്തിന് വിധേയമാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ പുറത്തേക്ക് വരുന്നത് എന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഡാറ്റ സോഴ്സ് 2011 സെൻസസ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേ, അതുപോലെ RBIയുടെ സ്റ്റേറ്റ് ഫിനാൻസ് റിപ്പോർട്ടുകളും ഒക്കെയാണ് ഇതിലേക്ക് വരുന്നതായിട്ടുള്ളത്. ഒരു കമ്പാരിറ്റീവ് ഫോമിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർമാറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതിന്. ഈ ഒരു ഡാറ്റ ഒന്നും പുതിയതല്ല, നേരത്തെ ഉള്ള ഡാറ്റയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഇത് എത്രമാത്രം സംസ്ഥാനങ്ങൾ effective ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു പോർട്ടലിന്റെ ഉപയോഗം വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഫെഡറലിസത്തിൽ നമുക്ക് എപ്പോഴും പറയാവുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള എന്താണ്, ഈ ഒരു ഡാറ്റ ഡ്രിവൺ രീതിയിലുള്ള ഡയലോഗുകൾ അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ രീതിയിലുള്ള ഡിസ്കഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡാറ്റ പബ്ലിക്കലി അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഒന്നും ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എടുക്കാൻ ഗവൺമെന്റുകളെ സഹായിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US ഇന്ത്യയുടെ മേലെ 27% താരിഫ് ചുമത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പ്രതികാരമായിട്ട് ഇന്ത്യയും US-ന്റെ മേലെ കൂടുതൽ താരിഫ് ചുമത്തുകയാണോ വേണ്ടത്, അല്ല ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പം എക്കണോമിസ്റ്റുകൾ, ഭൂരിഭാഗം എക്കണോമിസ്റ്റുകളും ഇമ്പോർട്ട് ഡ്യൂട്ടി കുറവായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ലോവർ താരിഫാണ് എക്കണോമിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. എക്കണോമിക് ഗ്രോത്തിനും എഫിഷ്യൻസിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം താരിഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറവാണ്, വില കുറവായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വാരീഡ് ആയിട്ടുള്ള താരിഫുകൾ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള താരിഫുകൾ വ്യത്യസ്തമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകിച്ചും ഇൻഡസ്ട്രീസിനെ ലെസ് കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഓവർ പ്രൊഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങൾക്കെതിരെ കുറച്ച് ഒരു നിയന്ത്രണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ ചുമത്തിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ US-ന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ US അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു താരിഫ് വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് US-ലെ
ഒരു ചപ്പൽ ഉണ്ടാക്കുന്നുണ്ട്, ചപ്പലിന്റെ വില $5 ആണെന്ന് വിചാരിച്ചോ. അതേ സമയത്ത് ചൈനയിൽ നിന്ന് സെയിം ചപ്പല് യുഎസിലേക്ക് വരുന്നുണ്ട്, അതിന് $4 മാത്രമേ വിലയുള്ളൂ. ഭൂരിഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, ചൈനയിൽ നിന്ന് വരുന്ന $4ന്റെ ചപ്പൽ വാങ്ങും. അപ്പൊ യുഎസിലെ $5 ചപ്പൽ ആരും വാങ്ങില്ല. അപ്പൊ യുഎസ് കമ്പനി മെല്ലെ മെല്ലെ പൂട്ടിപ്പോവും. അപ്പൊ ചൈന എന്ത് ചെയ്യും, ചൈനയുടെ ചപ്പലിന്റെ വില $4 $6 ആക്കി മാറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് കമ്പനീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചൈനയുടെ $4ന്റെ മേലെ 25% നികുതി ചുമത്തി എന്ന് വിചാരിച്ചോ. അപ്പൊ 25% നികുതി ചുമത്തുമ്പോൾ $1 കൂടി, അപ്പൊ ഇതിന്റെ വില $5 ആയിട്ട് മാറി. അപ്പോൾ ആൾക്കാർക്ക് ചൈനീസ് പ്രൊഡക്റ്റ് ലെസ് കോമ്പറ്റീറ്റീവ് ആയി മാറി, കാരണം $5 ആയി അതിന്റെ വില. അമേരിക്കൻ പ്രൊഡക്റ്റും $5 തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ രണ്ടിനും തുല്യ പരിഗണന നൽകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹയർ താരിഫ് സാധാരണ ഏർപ്പെടുത്തുക എന്ന് പറയാറുള്ളത്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻഡസ്ട്രീസ് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള താരിഫ് കുറക്കലുകൾ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തും ചെറിയ ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് സ്വീകരിക്കാറുണ്ടെങ്കിലും അമേരിക്ക ഇവിടെ മാസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മൂവ്മെന്റ് ആണ് നടന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എഫിഷ്യൻസിനേക്കാൾ സെൽഫ് റിലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ അവര് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ബാരിയേഴ്സും അല്ലെങ്കിൽ താരിഫുകളും ഇമ്പോസ് ചെയ്യാറുണ്ടെന്ന് ഓർക്കുക. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇത് ഒരു ബാർഗൈനിങ് ടൂൾ ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നമ്മളുടെ അമേരിക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളുടെ ഇറക്കുമതി തീരുവ കുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചുമത്തുന്നത് പോലെ ഉയർന്ന തീരുവ ഞങ്ങളും ചുമത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റ് രാജ്യങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു US പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല, ഇത് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ സ്ഥാപനം ഇത്തരത്തിൽ അന്താരാഷ്ട്ര ട്രേഡിനെയൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ഇപ്പോൾ ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഒക്കെ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും, ഇപ്പം ഒരു പ്രൊഡക്റ്റിനെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തിനായാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ടാക്സ് ഒക്കെയാണ് ചുമത്തുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. പക്ഷേ ഇപ്പോൾ അത് വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ലോങ് ടേം ഗോൾ ഒന്നും ഇല്ലാതെ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ മെല്ലെ മെല്ലെ താരിഫുകൾ കുറക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ പോകും. ഇന്ത്യൻ ഇൻഡസ്ട്രി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അതേപോലെ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യുഎസും യൂറോപ്യൻ യൂണിയനും യുകെയും ജപ്പാനുമായിട്ടൊക്കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഇന്ന് നടക്കുന്നുണ്ട്. യുഎസുമായിട്ടുള്ള ഡിസ്കഷൻ സ്പീഡപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. 1990 ലിബറലൈസേഷൻ സമയത്ത് യശ്വന്ത് സിൻഹ എങ്ങനെയാണ് ഈ ഒരു ഫേസ്ഡ് ആയിട്ടുള്ള റീഫോംസ് എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുക എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേസമയത്ത് ഇത് താരിഫ് ബാരിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ചും ക്വാണ്ടിറ്റി ലിമിറ്റേഷൻ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും വേൾഡ് വൈഡ് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് മേലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വെക്കുക. അപ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർഡ് ടു മെഷർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടും പല പ്രൊഡക്റ്റുകളെയും രാജ്യത്തേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത്തരം പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയി മാറും. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ട്. ട്രേഡ് ലിബറലൈസേഷൻ ക്രെഡിബിൾ ആയിരിക്കണം. കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റുകളോട് കൂടിയിട്ട് ഒരിക്കലും പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവാതെ മുന്നോട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിൽ ട്രേഡിനെ ലിബറലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ട്. ലോങ് ടേം ബെനിഫിറ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ആയി മാറുക, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരിക, എക്കണോമിക് ഇന്റഗ്രേഷൻ ഗ്ലോബൽ മാർക്കറ്റുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും നോക്കേണ്ടതായിട്ട്. ഇപ്പോൾ ബ്രോഡർ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് നമ്മൾ ഈ ഒരു ട്രേഡ് ഇമ്പോസ് താരിഫ് ഇമ്പോസ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. ഇത് ഇന്റർനാഷണൽ റിലേഷനെ, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് ബെനിഫിറ്റുകളെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ജിയോ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസിനും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ പാർട്ട്ണർഷിപ്പുകൾ കൊണ്ടുവരുന്ന വഴി ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അടുത്തൊരു വാർത്ത അണ്ടർ സീ കേബിളുകളെ സംബന്ധിച്ചാണ്. ഇന്റർനെറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കടലിന്റെ അടിയിലൂടെ പോകുന്ന കേബിളുകൾ വഴി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പൊ എന്താണ് ഈ ഒരു അണ്ടർ സീ കേബിൾസ്? ഇന്ത്യയിൽ എവിടെയാണ് അണ്ടർ സീ കേബിൾസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഇന്റർനെറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. അണ്ടർ സീ കേബിൾസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. എയർടെലിന്റെ ടു ആഫ്രിക്ക പേൾ സിസ്റ്റം, അത് ഫേസ്ബുക്കിന്റെ സപ്പോർട്ടോടുകൂടിയുള്ള സിസ്റ്റം ആണ്. ഏകദേശം 100 ടെറാ ബിറ്റ് പെർ സെക്കൻഡ് എന്ന രീതിയിലെ ഡാറ്റ
കേബിളിംഗ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CME-V6 കേബിള് ഇന്ത്യ ചെന്നൈ മുംബൈ പ്രദേശത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ അണ്ടർസീ കേബിൾ എന്ന് പറഞ്ഞാൽ? കടലിന്റെ അടിയിലൂടെ പോകുന്ന ഗ്ലോബൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്ന കേബിളുകളാണ്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെയും ടെലികോം നെറ്റ്വർക്കുകളെയും തമ്മിലൊക്കെ കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കേബിളുകൾ വഴിയാണ് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. വളരെ തിക്കായിട്ടുള്ള പാഡഡ് ആയിട്ടുള്ള കേബിളാണ്. അതിനകത്ത് ഫൈബർ ഒപ്റ്റിക്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേബിളുകളാണ്. നമുക്ക് കടലിന്റെ അടിയിൽ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കേബിളുകൾ വന്ന് കരയിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെയാണ് ലാൻഡിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടാണ് ഡാറ്റയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ 90% ഗ്ലോബൽ ഡാറ്റ, 80% വേൾഡ് ട്രേഡും, $10 ട്രില്യൺ ഇക്വാലന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള അണ്ടർസീ കേബിൾസ് ഒക്കെ ഉപയോഗിച്ചുള്ള നെറ്റ്വർക്കുകളിലൂടെയാണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ കൂടുതൽ അണ്ടർസീ കേബിൾസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ 2 മെയിൻ ലാൻഡിംഗ് ഹബ്ബുകളാണുള്ളത്. അണ്ടർസീ കേബിൾ വന്നിട്ട് കരയിലേക്ക് കയറുന്ന 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് മുംബൈ ആണ്, രണ്ടാമത്തത് ചെന്നൈ ആണ് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. 95% അണ്ടർസീ കേബിൾസ് വരുന്നത് മുംബൈയിലെ വെർസോവ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്താണ്. 17 ഇന്റർനാഷണൽ കേബിൾ സിസ്റ്റംസും 2 ഡൊമസ്റ്റിക് സിസ്റ്റംസും ആണ്. കാനി, ചെന്നൈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, കൊച്ചി ലക്ഷദ്വീപ് കേബിൾസ് എന്നിങ്ങനെ 2 ഡൊമസ്റ്റിക് കേബിൾ സിസ്റ്റം ആണ് ഇന്ത്യക്കുള്ളത്. 17 ഇന്റർനാഷണൽ കേബിളും. അപ്പോൾ നിലവിലുള്ള കപ്പാസിറ്റി, നിലവിലുള്ള ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് കേബിളിംഗ് വർദ്ധിപ്പിക്കുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് 2 കേബിളിംഗ് ലാൻഡിംഗ് പോയിന്റുകളേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാരണം ഈ 2 പ്രദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അങ്ങ് നിന്നുപോകും. അപ്പോൾ ഇത് വൾണറബിൾ ആണ് എന്നുള്ള കാര്യം, അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതായിട്ട്. ഉദാഹരണത്തിന് 2024 റെഡ് സീയിലെ ഡിസ്പ്യൂട്ട് ഉണ്ടായ സമയത്ത്, ഹൂത്തി അറ്റാക്കുകൾ ഉണ്ടായ സമയത്ത് ഇത് അണ്ടർസീ കേബിളുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ 25% അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഗൾഫ് ഓഫ് ആദൻ നിന്ന് റെഡ് സീയിലേക്ക് കടക്കുന്ന പ്രദേശത്താണ് നമുക്ക് ബാബൽ മന്ദബ് സ്ട്രേറ്റ് കാണാൻ വേണ്ടി പറ്റുന്ന. ഇത് ഒരു പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റ് ആണെന്ന് ഓർത്ത് വെക്കുന്നത്. ഈ ബാബൽ മന്ദബ് സ്ട്രേറ്റ് പ്രദേശത്ത് ഗ്ലോബൽ ട്രേഡ് റൂട്ട് നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ഇന്റർനെറ്റ് ഔട്ടേജസ് ഉണ്ടാവുന്ന പ്രദേശം കൂടിയാണ് എന്നുകൂടിയാണ്. അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള മാരിടൈം ട്രാഫിക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ ഒരു കേബിൾസ് കുറച്ചുകൂടി റിസ്കി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സബ്സീ കേബിൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ഇത്തരത്തിലുള്ള അണ്ടർസീ കേബിൾസ് ഇടണം എന്നുണ്ടെങ്കിൽ 51ഓളം പെർമിഷൻസ് ആവശ്യമുണ്ട് ഗവൺമെന്റിൽ നിന്ന്. ഇത് എളുപ്പമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതിനെ റിപ്പയർ ചെയ്യാനുള്ള കാപ്പബിലിറ്റീസ് ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഷിപ്പുകളും സ്റ്റോറേജ് ഡിപ്പോട്ടുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്. നിലവിൽ ഫോറിൻ വെസൽസിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടി ഓർത്ത് വെക്കുക. അതുകൂടാതെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരിക, ഇതിനെ റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഫോറിൻ സർവീസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ രാജ്യം തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഗ്രീൻലാൻഡിലെ പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ US പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഇവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. ഇപ്പൊ ജെൻസ് ഫെഡറിക് നീൽസൺ ആണ് ഗ്രീൻലാൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി ആർട്ടിഫിഷ്യൽ ട്രഡീഷണൽ പാർട്ടീസിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റിമാർക്സും വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രീൻലാൻഡിനെ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള, ഡച്ചുകാരുടെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ടെറിട്ടറി ആണ്. ഇത് ഡെൻമാർക്കിന്റെ 3 കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സിൽ ഒന്നാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. ഒന്ന് ഡെൻമാർക്ക് ഫെറോ ഐലൻഡ്സ് ആണ്. അപ്പൊ ഗ്രീൻലാൻഡ് ആർട്ടിക് അറ്റ്ലാന്റിക് ഓഷ്യൻസിന് ഇടയിലായിട്ടാണുള്ളത്. അപ്പൊ കനേഡിയൻ ആർട്ടിക് ആർക്കിപ്പെലാഗോയുടെ ഈസ്റ്റ് സൈഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ആണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ലാൻഡ് ഇൻ ദ വേൾഡ് ആണ് ഈ ഒരു കഫേ കുബ്ലും ഐലൻഡ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇത് അൺഡിസ്പ്യൂട്ടഡ് പോയിന്റ് ആണ് എന്നുകൂടി, ആരും വാദം ഉന്നയിക്കാത്ത ഒരു പ്രദേശമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഗ്രീൻലൻഡ് എന്ന് പറയുന്നത്. ഡെൻമാർക്കിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. നമുക്കിവിടെ കനേഡിയൻ ആർക്കിപ്പെലാഗോ കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഈസ്റ്റേൺ സൈഡിലാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോർഡിക് കൺട്രി ആണ്. നോർത്തേൺ യൂറോപ്പിലെ സൗത്ത് സെൻട്രൽ പോർഷനിലുള്ളത്. അപ്പോൾ ഇത് കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗം കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ ഇവിടെ ഡെൻമാർക്ക് പ്ലസ് ഫറോ ഐലൻഡ്സ് അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഉണ്ട് എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ മെട്രോപൊളിറ്റൻ ഡെൻമാർക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ഡെൻമാർക്ക് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ ഭാഗമായിട്ടുള്ളതാണ്, സൈഡിലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്വീഡൻ, അതുപോലെ തന്നെ നോർവേ, ജർമ്മനി ഒക്കെയാണ് അയൽരാജ്യങ്ങളായിട്ട് വരുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡെൻമാർക്ക്, നോർത്ത് സീയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അയൽരാജ്യങ്ങളായിട്ട് കടൽ മാർഗമുള്ള അയൽരാജ്യങ്ങൾ കാണാൻ പറ്റും. ജർമ്മനിയുമായിട്ട് ലാൻഡ് ബോർഡർ
നമുക്ക് ഡെൻമാർക്കിനെ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി ആണ്. കാരണം ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഒരു കടന്നുകയറ്റമായിട്ട് എമ്പുരാൻ സിനിമയുടെ മേലെയുള്ള ഒരു കട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിന്റെ മേലെയുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ നിയന്ത്രണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. മലയാളം മൂവി ആയിട്ടുള്ള എമ്പുരാനെതിരെയുള്ള വലിയ പ്രതിഷേധത്തെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനുശേഷം 24ഓളം കട്ടുകളാണ് സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മേലെയാണ് കട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് കഥാകാരന്റെ അല്ലെങ്കിൽ കലാകാരന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പേരിൽ അതിന്റെ മേലെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റും കമ്മ്യൂണൽ ടെൻഷൻസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദു നാഷണലിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നാണ് വലിയ പ്രതിഷേധം വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ അതായത് നിലവിലുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ആശയമാണ് എമ്പുരാൻ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധം വന്നിട്ടുള്ളത്. ഗുജറാത്തിലെ ഗോദ്രയിൽ നടന്നിട്ടുള്ള ട്രെയിൻ ആക്സിഡന്റ് വിശദാംശങ്ങളും മറ്റുമൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിൻ കത്തുന്ന ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്നുണ്ടായിട്ടുള്ള ബിൽക്കിസ് ബാനുവുമായി ബന്ധപ്പെട്ട കേസും അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ജസ്റ്റിസ് അതുപോലെ തന്നെ സൊസൈറ്റിയൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ദോ അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമയാണ്, കേരളം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ പോലും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രീസിൽ പോലും ഇത്രയും വലിയ പ്രഷർ അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഹിന്ദുത്വ ഐഡിയോളജി സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അത് പൊളിറ്റിക്സിനെ മാത്രമല്ല നമ്മുടെ കൾച്ചറിനെയും സംസ്കാരത്തെയും നമ്മുടെ സംഭാഷണങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു റിമൈൻഡർ ആയിട്ട് എങ്ങനെയാണ് ഒരു ആർട്ടിനെ ഒരു കലാരൂപത്തെ പോലും ഈ ഒരു ഭരിക്കുന്ന പാർട്ടി ഹിന്ദുത്വ ഐഡിയോളജി എതിർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പ്രൈമറി ഹെൽത്ത് കെയറിൽ പ്രത്യേകിച്ചും പ്രായക്കൂടുതലായിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് കമ്പാഷൻ അല്ലെങ്കിൽ അവരോട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമ്മൾ സ്നേഹത്തോടെ പെരുമാറേണ്ടതായിട്ടുണ്ട്. ആ ഒരു കമ്പാഷനും അതിന്റെ ഇമ്പോർട്ടൻസിനെയും കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് കെയറിൽ എമ്പതി, അവയർനെസ്, ആക്ഷൻ എന്നിവ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിറ്റിയുടെ നീഡിനനുസരിച്ച് കൊണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റംസ് കമ്പാഷനേറ്റ് ആവണം. അവർ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതുവഴി പേഷ്യൻ്റ് കെയറിനെയും സിസ്റ്റം എഫിഷ്യൻസിയും ഒക്കെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് പറയുന്നുള്ളത്. ഇതിനായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസിനെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ട് കൃത്യമായിട്ടുള്ള ഓഡിറ്റുകൾ നടത്തണം. അതുപോലെ തന്നെ ഓൺ ജോബ് സപ്പോർട്ട് ഹെൽത്ത് കെയർ സപ്പോർട്ടുകൾ നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റിമോട്ട് ആയിട്ടുള്ള റൂറൽ ഏരിയയിലും മറ്റുമൊക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള റൂറൽ മേഖലയിലും ഈ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിയമിക്കേണ്ടതായിട്ടുണ്ട്. അർബൻ കമ്മ്യൂണിറ്റീസിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു പലതരത്തിലുള്ള സൈൻസ് ഓഫ് അബ്യൂസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടും അപ്രോപ്രിയേറ്റ് ആയ സർവീസുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഡിസാസ്റ്റർ പ്രോൺ റീജിയൻസിലും ഈ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള അപ്രോച്ച് അത്യാവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് കൃത്യമായിട്ടുള്ള മെഡിക്കൽ കെയറും കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഒക്കെ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുന്നതാണ്. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധത്തെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുവഴി പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതെല്ലാം പലതരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിനെയും മറ്റുമൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൈമറി ഹെൽത്ത് കെയർ വഴി അതിനെതിരായിട്ടുള്ള റെമഡിയൽ സ്റ്റെപ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പാഷനേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മോഡല് കമ്മ്യൂണിറ്റി റെസിലിയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്രൈസിസ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ വൾണറബിൾ പോപ്പുലേഷൻസ് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനും സഹായിക്കും എന്ന് ഓർത്തുവെക്കുന്നത്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഓൾറെഡി മെഡിക്കൽ സെക്ടറിലെ വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ എക്സ്ട്രീം ഷോർട്ടേജ് ആണുള്ളത് എന്നുള്ളതാണ്. അതിനിടയിൽ കമ്പാഷനേറ്റ് കെയർ കൂടി കാണിക്കുക ചാലഞ്ചിങ് ആണ്. ബിക്കോസ് കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സ് കൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുക, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുക, സ്റ്റാഫ് ഷോർട്ടേജസിനെ അഡ്രസ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് മെക്കാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടി കമ്പാഷനേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കൊണ്ടുവരാൻ സഹായിക്കുക എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.